മാരണക്കാരനായ ശാപിക്കപ്പെട്ട ലബീദ് ഇബ്നുൽ അസ്സം എന്ന് പറയുന്ന ജൂതൻ അങ്ങേയറ്റത്തെ പ്രായാധിക്യം കൊണ്ട് ഒരു മൂലയിൽ കുത്തിയിരിപ്പ ആള്. ഇയാളെ സമീപിച്ചു ഇവർ. നിങ്ങൾ വലിയ മാരണക്കാരനാണല്ലോ, നിങ്ങളുടെ മാരണം കൊണ്ട് ആരെയും നിങ്ങൾ ഇരുത്തിക്കളയാറുണ്ടല്ലോ, മുഹമ്മദിനൊന്ന് വകവരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മാരണം വഴി മുഹമ്മദിനെ ഒന്ന് വകവരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. ഇതൊക്കെ ഇന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ വ്യക്തമായ ഹദീസുകളില് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക. വ്യക്തമായ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ തന്നെ പഠിപ്പിക്കുന്നു. ഇമാം ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ മറ്റു പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്യുന്നു ലബീദ് ഇബ്നുൽ അസ്സം യഹൂദി എന്ന് പറയുന്ന ജൂതൻ. ഇവൻ പറഞ്ഞു, സംഗതി എളുപ്പമാണ്, മുഹമ്മദിനെ ഞാൻ പെട്ടെന്ന് തകർത്ത് തരാം, പക്ഷേ നിങ്ങൾ എനിക്ക് നല്ല ഇനാമ് തരണം, എന്തും വേണമെങ്കിൽ തരാം, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് തകർത്ത് തന്നാൽ. അങ്ങനെയാണ് ഇവർ ചോദിച്ചു, തകർത്ത് കളയാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഇവൻ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്, മുഹമ്മദ് ചീകുന്ന ചീർപ്പിന്റെ 2-3 പല്ലുകൾ. ഇത്തരം സംഗതികളൊക്കെയാണല്ലോ ഇവർ ഒപ്പിക്കാറുള്ളത് സാധാരണ. ഇത്തരം സംഗതികളാണ് ചോദിക്കുക പലപ്പോഴും. ചീർപ്പിന്റെ പല്ലുകൾ, മുഹമ്മദിന്റെ തലയിലുള്ള 1-2-3 മുടികൾ, ഒരു ഉണങ്ങിയ ഈത്തപ്പന മട്ടല്, ഇതൊക്കെ കൊണ്ടുവന്ന ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുത്തിടപഴകിയിരുന്ന ഒരു ജൂതപ്പയ്യനെ കൂട്ടുപിടിച്ചു. ആ ജൂതപ്പയ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലുള്ള ഒത്താശകളൊക്കെ ചെയ്തു നിന്നിരുന്ന ഒരാളാണ്. അതിനൊന്നും അവിടെ തടസ്സായിരുന്നില്ല മതം. ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പയ്യൻ വളർന്നിരുന്നു എന്ന് പറയുമ്പോ ഒരിക്കലും ഒരു തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ചിത്രമായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹിയിൽ ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ വായിക്കേണ്ടതാണ്. ഇവനെ കൂട്ടുപിടിച്ചിട്ട് ഇവനോട് പറഞ്ഞു, നീ അത് എടുത്തു തരണം. അവൻ പറഞ്ഞു, അത് പെട്ടെന്ന് ഒപ്പിക്കാം, കാരണം ചീർപ്പിന്റെ പല്ല് പതുക്കെ തട്ടിയെടുത്താൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തുന്ന ആളായതുകൊണ്ട് ചീർപ്പിൽ 2-3 മുടി കിട്ടണമെങ്കിൽ അതിനും പ്രയാസം ഉണ്ടാവില്ല, അത് സുലഭമായിട്ടുണ്ടാവും. കാരണം വലിയ മുടിയുള്ള ആളുകൾ ചീകുന്ന ചീർപ്പിൽ മുടി ഉണ്ടാകുന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. സഹോദരിമാരൊക്കെ ചീകി വെക്കുന്ന ചീർപ്പിൽ എന്തായാലും മുടി ഉണ്ടാവും, മുടി വളർത്തുന്ന ആളുകളാവും. അപ്പൊ അതും കിട്ടും. അതൊക്കെ അതിൽ നിന്ന് ശേഖരിച്ചു ഇവൻ കൊണ്ടുവന്നു കൊടുത്തു. ഇതിലാണ് ലബീദ് ഇബ്നുൽ അസ്സം യഹൂദിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ, ഈ തന്തക്ക്. എന്നിട്ട് എന്താ ചെയ്തത്? തന്ത തന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പെൺമക്കൾ ആ കർമ്മം നിർവഹിച്ചു. ചെയ്തത് പെൺമക്കൾ. അതേസമയം തന്തയുടെ ആ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പെൺമക്കളുടെ കാർമ്മികത്വത്തിൽ കാര്യം നടന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവപ്പെടുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും, പക്ഷേ എനിക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആയിഷ ബീവി പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കാതെ കഴിച്ചു എന്ന് തോന്നാ, ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ല എന്ന് തോന്നാ, ചെയ്തത് ചെയ്തില്ല എന്ന് തോന്നാ, ചെയ്യാത്തത് ചെയ്തു എന്ന് തോന്നുക. ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ചെറിയ മാനസിക വിഷമം പിടിപെട്ടു. പക്ഷേ ഒരു നിമിഷം പോലും ശത്രുക്കൾക്ക് ഇത് കണ്ട് ആനന്ദിക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. നബിതങ്ങൾ എപ്പോഴാണോ വീട്ടുപടി പുറത്തിറങ്ങുന്നത് ആ സമയത്ത് റസൂലുള്ളാഹി ഫുൾ ഹാപ്പിയാണ്, നല്ല സന്തോഷവാനാണ്. വീട്ടിലേക്ക് കയറി വന്നാൽ ഇതേ സുഖക്കേട്. സുബ്ഹാനല്ലാഹ്, ഇത് തുടർന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി തുടർന്നു പോകുന്നതിനിടയിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ഖദ് അഫ്താനി,
റബ്ബി ഫീമസ്തഫൈതുഹു. ഓ ആയിഷ, ഇതാ ഞാൻ എന്റെ റബ്ബിനോട് കാരണം വ്യക്തമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട വിഷയത്തിൽ അല്ലാഹു എനിക്ക് തീരുമാനം തന്നിരിക്കുന്നു. ആയിഷ, ഞാനൊരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിക്ക് എന്റെ റബ്ബ് എനിക്ക് പരിഹാരം തന്നിരിക്കുന്നു ആയിഷ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അശഅർതി, ആയിഷ നീ അറിയോ, അന്നല്ലാഹ ഖദ അഫ്താനി ഫീ മസ്തഫൈതുഹു ഫീഹി, ഞാൻ ഏതൊരു വിഷയത്തിലാണോ പടച്ച റബ്ബിനോട് വിശദീകരണം തേടിയിരുന്നത് ആ വിഷയത്തിൽ അല്ലാഹു എനിക്ക് വിശദീകരണം നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു, പടച്ചോനെ, കുറച്ചിടെയായിട്ട് ഈയിടെയായിട്ട് ഞാൻ വല്ലാത്ത വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ചില മാനസിക പ്രയാസങ്ങള്, പടച്ചോനെ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ലബീദ് മുല്ലാസിമുൽ യഹൂദിയുടെ പണിയാണ്. ഇവന്റെ സിഹിറിന്റെ ഫലമാണിത്. സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ? മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിലൊന്നല്ല, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. എന്തിനധികം മുസ്ലിം അടക്കമുള്ള ഹദീസ്, സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയാണ്, അല്ലാഹു എനിക്ക് തീരുമാനം തന്നു ആയിഷ. ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി അങ്ങോട്ട് കിടന്നു ഒരു രാത്രി. ആ രാത്രി ജാഅനി റജുലാനി, പിറ്റേന്ന് എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹി പറയാണ്, എന്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. ഫഖഅദ അഹദുഹുമാ ഇൻദ റസി, ഒരാൾ എന്റെ തലക്കമ്പുറത്തിരുന്നു. വൽ ആഖറു ഇൻദ റിജ്ലയ്യ, മറ്റേയാൾ എന്റെ രണ്ട് കാൽക്കലും ഇരുന്നു. രണ്ടാള്, ഒരാൾ തലക്കമ്പുറത്തും ഒരാൾ കാൽക്കലും. എന്നിട്ടോ തലക്കമ്പുറത്തുള്ള ആള് കാൽക്കലുള്ള ആളോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? മാ വജഉ ഹാദർ റജുൽ, ഇമ്മനുഷ്യൻ ഈയിടെയായിട്ടെന്തോ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ, മനുഷ്യൻ എന്താ പറ്റിപ്പോയത്? തലക്കമ്പുറത്തുള്ള ആള് കാൽക്കലുള്ള ആളോട്. അപ്പൊ ആ ആൾ ഇങ്ങോട്ട് തിരിച്ച് മറുപടി പറയാണ്, മത്ബൂബ്, ആൾക്ക് മാരണമേറ്റതാ, മറ്റൊന്നുമല്ല, സിഹ്റേറ്റതാണ്. ഉടനെ തന്നെ ചോദിച്ചു, മൻ തബ്ബഹു, ആരാണ് ഈ മനുഷ്യന്, ഇത്രയും നല്ല ഒരു മനുഷ്യന് സിഹ്ർ ചെയ്തതാരാ? ഖാല, കാൽക്കൽ നിന്ന് മറുപടി വരുന്നു, ലബീദ് ഇബ്നുൽ അസ്സമിൽ യഹൂദിയ്യ, ജൂതനായ ദുഷ്ടനായ ലബീദ് ഇബ്നുൽ അസ്സമാണ്. ഉടനെ ചോദിച്ചു, ഫീ അയ്യി ശൈഇൻ, അതിന്റെ ഉരുപ്പടികൾ എന്തൊക്കെ പറയാൻ പറ്റുമോ? എന്തൊക്കെ വസ്തുക്കളിലാ ചെയ്തിരിക്കുന്നത്? മറുപടി കൊടുക്കുന്നു, ഫീ മുഷ്തിം വ മുഷാത്തത്തിൻ വ ജുഫി തൽഅതി ദക്കർ. ശരിക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരു ഈത്തപ്പന മട്ടൽ, ഉണങ്ങിയ ഈത്തപ്പന മട്ടൽ, അതുപോലെ തന്നെ ചീർപ്പിൽ കുടുങ്ങിയ ഏതാനും മുടികൾ, ചീർപ്പിന്റെ പല്ലുകൾ, ഇതൊക്കെ ശേഖരിച്ചിട്ടാ ചെയ്തിട്ടുള്ളത്. ഉടനെ ഇയാൾ ചോദിക്കുന്നു, ഫഅൈനഹു, എന്നിട്ട് അത് എവിടെയാ അടക്കം ചെയ്തത്? ഖാല ഫീ ബിഇരി ദിയർവാൻ, വളരെ പ്രസിദ്ധമായ ഒരു കിണറാണ് ദിയർവാൻ, കിണറ്റിലാണ് കൊണ്ടുപോയി അടക്കം ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരുടെ സ്വപ്നം സത്യമാണല്ലോ, അത് വഹയിന്റെ ഭാഗമാണല്ലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ വിവരം കിട്ടിയപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ റസൂലുള്ളാഹി ആ കിണറ്റിന്റെ അടുത്ത് ചെന്നു നോക്കി. അപ്പോൾ ആ കിണറ്റിനെ ഇവർ സ്വപ്നത്തിൽ വർണ്ണിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണുന്നു. അവിടുത്തെ വെള്ളം, അവിടുത്തെ സ്വഭാവം, അവിടെ തലപൊക്കി നിൽക്കുന്ന കാവുകൾ, ഇതൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നു. തൊണ്ടി സാഹചര്യങ്ങൾ പൊക്കിയെടുക്കുന്നു, മാന്തി എടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് 11 കെട്ടുകൾ ഉണ്ടായിരുന്നു. 11 കെട്ടിട്ടിട്ട് മന്ത്രം ജപിച്ച് 11 കെട്ടുകൾ ഇട്ടിരുന്നു. ആ മന്ത്രം ജപിച്ച് കെട്ടിട്ട ഈ മാരണത്തിന്റെ വസ്തുക്കളുമായി, മാരണം ചെയ്ത സിഹ്ർ ചെയ്ത വസ്തുക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്തുമ്പോ അതാ വരുന്നു നസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാത്തിലാക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഖുർആനാണ്. ആ ഖുർആൻ ഓതിക്കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം സുഖപ്പെടാൻ പോകുകയാണ്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഓതിക്കൊടുക്കുന്നു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس 11 കെട്ടുകൾക്ക് 11 ആയത്തുകൾ പരിഹാരമായി. ഓരോ ആയത്തുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തത് ഓതുമ്പോൾ അതാ ഇൻഹല്ലത്തു ഉഖ്ദത്തുൻ ഓരോ കെട്ടുകളും ഇങ്ങനെ അഴിഞ്ഞു പോവുകയാണ്. ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞ് പോകുന്നു. എന്നിട്ടോ കുല്ലമാ ഹുല്ലത് മിൻഹു ഉഖ്ദാ അതിലെ ഓരോ കെട്ടുകളും ഇങ്ങനെ അഴിഞ്ഞു പോകുമ്പോ ഖഫഅൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന് വിഷയം ഇങ്ങനെ ചെറുതായി 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 വരാൻ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിസന്ധി ലഘുവായി ലഘുവായി വരുന്നു. പ്രശ്നം തീർന്നുകൊണ്ടിരിക്കുന്നു. ഹത്താ ഇലാൻ ഫറഗത് അങ്ങനെ 11 കെട്ടുകളും അങ്ങോട്ട് അഴിഞ്ഞപ്പോ ഫസ്സാറ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നമാ നശിത്ത മിൻ നിഖാൽ ഏതോ കെട്ടിലും മുട്ടിലും ഏതോ ബന്ധനത്തിലും കുടുങ്ങിയ ഒരാള് മോചിതനായതുപോലെ കെട്ടിൽ നിന്ന് മോചിതനായ ഒരാളെ പോലെ ബന്ധനത്തിൽ നിന്ന് മോചിതനായ ഒരാളെ പോലെ അല്ലാഹുവിന്റെ ഹബീബ് മുഴുവനായെന്ന് തെളിഞ്ഞുപോയി. ഹബീബിന് പിന്നീട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇതിനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇറക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വെളിച്ചത്തിന്റെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയണം നബിയേ. നോക്ക്, നിങ്ങൾ അതിന്റെ അർത്ഥതലങ്ങൾ തന്നെ വായിക്കുമ്പോ എത്ര ശരിയാണ് ഈ വിഷയമായിട്ട് എന്തൊരു പൊരുത്തവും. ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ഇരുട്ടുമൂടിയാൽ ഉണ്ടാകുന്ന രാത്രിയുടെ ഉപദ്രവത്തെ തൊട്ടും ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയണം. ഇരുട്ടുമൂടിയാൽ ഉണ്ടാകുന്ന രാത്രിയുടെ ഉപദ്രവത്തെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വരുന്ന മുഴുവൻ ഉപദ്രവങ്ങളും ഇതിൽ പെടും. പക്ഷെ പ്രത്യേകിച്ച് ഇത് കൂടുതൽ പെടും. കാരണം എന്താ? ഈ കുഴിച്ചിടുക മാന്തുക എന്ന പരിപാടി ഇരുട്ടത്താണല്ലോ നടത്തുക, വെളിച്ചത്താരും നടത്തൂല. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് കെട്ടുകളിൽ ഊതുന്ന ആ പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും അങ്ങനെ തന്നെ പറഞ്ഞു. പെണ്ണുങ്ങള് കാരണം എടുത്തത് പെണ്ണുങ്ങളാ. വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് മുഴുവൻ അസൂയാലുക്കളുടെയും അസൂയയിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയണം. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ആയത്തുകള്, ഈ 2 സൂറകളും ഇറങ്ങാനുണ്ടായ സാഹചര്യം. എന്തിനാ ഞാൻ പറഞ്ഞത്? സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുമ്പോ അത് ശരിയാണ്, ഇത് പറയാൻ വേണ്ടി. എങ്കിൽ യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്ന ആളുകൾ സാധാരണ പറയാറുള്ള ഒരു ആയത്തും അത് പറഞ്ഞിട്ട് അതിന്റെ നിജസ്ഥിതിയും പറയാം. സിഹിർ എന്ന് പറഞ്ഞ ഒരു തോന്നലാണ്. അതെന്താ? യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ മൂസ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പിക്കപ്പെടുന്നു. മിൻ സിഹ്രിഹിം അവരുടെ സിഹിർ കാരണമായി മൂസ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പിക്കപ്പെടുന്നു. അന്നഹാ തസ്ആ അവർ കളത്തിലെറിഞ്ഞ ആ വള്ളികളും നാരുകളും വടികളും ഒക്കെ ഇഴഞ്ഞ് ഓടി നീങ്ങുന്നുണ്ട്, അത് ഓടിപ്പായുന്നുണ്ട് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് തോന്നിപ്പിക്കപ്പെടുന്നു. സംഗതി അത് ഓടുന്നില്ല, യുഹയ്യലു തോന്നിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ ശരിക്ക് ഒരു തോന്നലാണ് നടക്കുന്നത്, യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞവർ ഇതാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൊട്ടീസ് അല്ല, യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ സിഹിർ. പിന്നെ ഈ പൊട്ടീസ് എന്ന് പറഞ്ഞത് എന്താ? അതും ഉണ്ട് കൂട്ടത്തിൽ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിനെ ഹഖീഖത്തുണ്ട്, പച്ചയായ യാഥാർത്ഥ്യമാണ് സിഹിർ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ആ കൂട്ടത്തിൽ പൊട്ടീസ് സിഹിറുകളും ഉണ്ട്. അതാണ് ഇവരിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്.
ജനങ്ങളെ പറ്റിക്കുന്ന, അതാണ് ഈ കങ്കട്ടുകാരും മറ്റുമൊക്കെ കാണിക്കുന്ന ജാലവിദ്യകൾ. അതുകൊണ്ട് കൂട്ടത്തില് നമുക്കിങ്ങനെ തോന്നും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവരുടെ വായിൽ നിന്ന് നോട്ടുകൾ ഇങ്ങനെ വലിച്ചു വരുന്നത് നമ്മൾ കാണും, ചില്ലുകൾ ഇങ്ങനെ വലിച്ചു വരുന്നത് കാണും. അവർക്ക് വിഷമമില്ല. ഇത് പൊട്ടീസാണ് എന്ന് പറഞ്ഞാൽ ജാലവിദ്യ. ഈ ജാലവിദ്യയല്ല, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അപ്പുറത്ത് യാഥാർത്ഥ്യമുള്ള ഒരു സിഹിറുണ്ട്, അതേസമയം ജാലവിദ്യയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണുന്നതെല്ലാം സിഹിറല്ല, അതേസമയം സിഹിർ ഇല്ല എന്നും പറഞ്ഞു.